പൊടി വറുത്തിട്ട് ചിക്കൻ കറി നിങ്ങളാക്കിയിട്ടുണ്ടോ? ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ കറി എന്ന് വേണമെങ്കിൽ പറയാം. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് പാൻ എടുക്കാം. ചട്ടിയിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ ചട്ടിയിലല്ല ഇത്തവണ വെച്ചത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ഒരു വലിപ്പമുള്ള സവാളയാണ് ഇട്ടത്. അത് എൻ്റെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത്. അധികം സവാള ആവശ്യമില്ല ഇതിന്. അപ്പോൾ കൂടുതൽ സവാള ആയിക്കഴിഞ്ഞാൽ മധുരമായിപ്പോവും. അപ്പോൾ അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ എന്ന് പറയുന്നത് വറുത്ത പൊടി പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് പൊടി ചേർത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി. ഇതൊക്കെ നന്നായിട്ട് വറുത്തിട്ട് നല്ലൊരു ബ്രൗണിഷ് ആവുന്ന രീതിയിൽ പൊടി വറുത്തിട്ടാണ് ഞാൻ ചിക്കനിൽ പുരട്ടി വെച്ചത്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പുരട്ടി വെച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു തക്കാളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് കുറച്ച് അതിൻ്റെ വെള്ളം ഒന്ന് വരട്ടെ, ആ രീതിയിലൊന്ന് മൂടി വെക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് നമ്മളുടെ ചിക്കൻ വേവിച്ചെടുക്കാം. അധികം വെള്ളം ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം, ഗ്രേവി കുറയുന്നതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടുക. എന്നിട്ട് നമുക്ക് കുറച്ച് ലെമൺ കൂടി അതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പൊടി വറുത്ത് ഈ പുരട്ടി വെച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണിത്. പിന്നെ കറിയുടെ ആ ഒരു കളറും ഒരു എന്താ പറയുക, കറുപ്പ് നിറത്തിലുള്ളൊരു കളറായിരിക്കും. ഇനി നമുക്ക് മല്ലിയില കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മളുടെ തട്ടുകട സ്പെഷ്യൽ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസി റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും അല്ലാതെ ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. നല്ല ടേസ്റ്റാണ്, ഈസി റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഓക്കെ, ബൈ.